ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കിങ്ങിണി റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ഗ്ലാസ് പാല്, 2 സ്പൂൺ ചവ്വരി വേവിച്ചത്, പിന്നെ ഉണക്കമുന്തിരി, 1/2 കപ്പ് പഞ്ചസാര, ചക്കക്കുരു നന്നായിട്ട് വേവിച്ച് അതിൻ്റെ പൾപ്പ്. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കാം പാല്. പാല് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും പഞ്ചസാരയും നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഡെസേർട്ടിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പാൽ നന്നായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചേക്കണ ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ചവ്വരിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് നല്ല പച്ചവെള്ളത്തിലൊന്ന് കഴുകിയും കൂടി എടുക്കണം. എന്നിട്ട് ചവ്വരി, അല്ലെങ്കിൽ അതിൻ്റെ ആ പശിമ പോവത്തില്ല. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി അതിൻ്റെ അകത്തുള്ള കട്ടകൾ ഉടച്ചു കൊടുക്കാം. ചവ്വരിയും കൂടി ചേർത്തപ്പോൾ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചേക്കണ ചക്കക്കുരുവിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ അകത്ത് കട്ടകളുണ്ടാവും. നമ്മളിടുമ്പോൾ കട്ടകൾ പതുക്കനെ ഉടച്ചുടച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കറിൽ ചക്കക്കുരു വേവിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു 4-5 വിസിൽ കേൾക്കണോടം വരെ വിസിലടുപ്പിക്കണം കേട്ടോ. എന്നാലും ചക്കക്കുരു വേവുള്ളൂ. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് അരയണമെന്നുണ്ടെങ്കിൽ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നുറുക്കി വെച്ചേക്കണ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കശുവണ്ടി പരിപ്പാണ് കേട്ടോ നുറുക്കി വെച്ചേക്കണേ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഉണക്കമുന്തിരി എടുത്ത് വെച്ചേക്കണേ കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. ഒരു പിഞ്ച് ഉപ്പ് മതി കേട്ടോ, ഒരു നുള്ളുപ്പ്. അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് നമ്മൾ ചേർക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ചക്കക്കുരുവിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടത്തുള്ളൂ കേട്ടോ.